ഗുരു എന്ന സിനിമ എനിക്ക് അങ്ങനെ ആ രീതി ശരിക്കും മധുപാൽ സാർ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് അതൊരു വല്ലാത്ത സ്ഥലത്താണോ ഈ സേലത്തിനടുത്തുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു. നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. കാരണം വെച്ചാൽ സേലത്തിനടുത്തുള്ള ഒരു മാഗ്നസൈറ്റിന്റെ കോറി ആയിരുന്നു അത്. ഉണങ്ങിയ മരം പോലും നിൽക്കാത്ത ഒരു സ്ഥലമാണ്. അത്രയും ചൂടും ഉണ്ടായിരുന്നു. ദേവസംഗീതം നീയല്ലോ എന്നുള്ള പാട്ട് ആയിരുന്നു ഷൂട്ട് ചെയ്തിരുന്നത്. 97 ദിവസം അവിടെ ഷൂട്ട് ചെയ്തിരുന്നു. ആ 97 ദിവസവും ഏറ്റവും രസകരമായിട്ട് ഞാൻ കുതിരവണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ട്. അതാണ് അപ്പോൾ നമ്മുടെ കൈ കൺട്രോളിൽ എങ്ങനെയാണ് അതൊരു കൺട്രോളിലേക്ക് വരുത്തുക എന്നുള്ള സാധനമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവനെയാണല്ലോ നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ ആ ജീവൻ നമ്മളുടെ കയ്യിലേക്ക് ഓടിക്കുന്നവന്റെ ജാതകമാണ് വണ്ടിയുടെ ജാതകവും കൂടെ. ഓടിക്കുന്നവന്റെ ജാതകമാണ് ആ വണ്ടിയുടെ ജാതകം. നമ്മൾ ജനിച്ച സമയം മുതൽ മരിക്കുന്ന സമയം വരെ എഴുതപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതുണ്ടാവും. കാരണം നമ്മൾ ഇത്ര കാലം കൊണ്ട് ഇന്ന രീതിയിലായിരിക്കും നമ്മളുടെ മരണം എന്ന് പോലും. ഇപ്പോൾ മായാസഞ്ചാരം എഴുതുമ്പോൾ സാർ പറഞ്ഞു നമ്മളിങ്ങനെ ഓർമ്മയിൽ നിന്നും ഓർത്ത് നൊസ്റ്റാലജിക് ആയിട്ടൊക്കെയാണ് ഈ സംഭവം എഴുതുന്നത്. അപ്പോൾ ഈ ബിറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് അല്ലെങ്കിൽ മനസ്സിൽ വിഷമം തോന്നിയ എക്സ്പീരിയൻസ് ഓർത്തെടുത്തപ്പോൾ വീണ്ടും ഒരു ഇമോഷണൽ ടേമോയിലേക്ക് പോയിരുന്നു? ഞാനല്ല അതാ പറഞ്ഞത്. അത്തരം ചില കാര്യങ്ങൾ പറയണ്ട എന്ന് വെച്ചുകൊണ്ടും കണക്ട് ചെയ്തിട്ട് ഇപ്പൊ ഇതിനകത്ത് തൊട്ട് അതിന്റെ കണ്ടിന്യൂഷൻ ചിലപ്പോൾ അതായിരിക്കും. അപ്പൊ ആ കണ്ടിന്യൂഷൻ ഒഴിവാക്കിക്കൊണ്ട് ഞാൻ ഇതുവരെയുള്ള കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് പോകുന്ന ഒരു രീതി ചെയ്തിട്ടുണ്ട് ഈ പുസ്തകത്തില്. അപ്പൊ അത്തരത്തിലൊരു സംഭവം പറയാൻ കംഫർട്ടബിൾ ആണെങ്കിൽ അല്ല, അത് പുസ്തകത്തിൽ എഴുതാമെന്നുള്ളത് തന്നെയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഞാൻ എൻ്റെ ഒരു സംഭവത്തിൽ എൻ്റെ ഒരു ഇതിനകത്ത് മുമ്പ് പലപ്പോഴും പല കഥകൾ ഞാൻ പറഞ്ഞു തീർക്കും. അത് പിന്നീട് എഴുതപ്പെടാറില്ല എന്നുള്ളതാണ്. ഞാൻ അത് അങ്ങനെ കുറേ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. സോ ഞാൻ അതങ്ങ് അവസാനിപ്പിച്ചു. പിന്നീട് ഇപ്പം ഞാൻ പറയുന്നില്ല, എഴുതുമ്പോൾ അത് എഴുതാം. പക്ഷെ ഇതിനുള്ള കുറച്ചുള്ള നോട്ട്സുകൾ ഞാൻ റെഡിയാക്കി വെക്കാറുണ്ട്. അത് ചില കുറിപ്പുകളാക്കി ഞാൻ എടുത്തു വെക്കും. അത് പിന്നീട് എപ്പോഴെങ്കിലും എടുത്ത് എഴുതുക എന്നുള്ളതേ ഞാൻ ചെയ്തുള്ളൂ. കാരണം പറഞ്ഞു പോയി കഴിഞ്ഞാൽ ഞാനത് ഒരുപാട് കഥകൾ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ടെന്നാണ്. ഈ പറഞ്ഞങ്ങ് തീർന്നു കഴിയുമ്പോൾ നമുക്ക് അതിനോടുള്ള ഒരു താല്പര്യം ഉണ്ടല്ലോ, ആ താല്പര്യം അങ്ങ് അവസാനിക്കും. ഞാൻ ചില സമയത്ത് ഇപ്പൊ നമ്മളൊരു ഓർത്ത് ചില സെന്റൻസുകളൊക്കെ ഈ എഴുതുന്ന സെന്റൻസുകൾ പോലും ഞാൻ ചിലരോടൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. ആ പറഞ്ഞു പോയതോടുകൂടി അത് എഴുതില്ല, അതങ്ങ് മറന്നുപോയി. ആ പറയുന്നതോടുകൂടി മറ്റത് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ വരുന്ന ആ ഒരു വാചകങ്ങളുണ്ടല്ലോ, അതൊരിക്കലും പിന്നീട് കിട്ടണമെന്നില്ല. സോ ഈ എല്ലാ ഓർമ്മകളും കയ്യിലിരിക്കട്ടെ. പിന്നീട് എപ്പോഴെങ്കിലുമൊക്കെ എഴുതുമ്പോൾ എഴുതുന്നത് വായനക്കാരോട് പറയാനായി എഴുതപ്പെടട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. ഈ പുസ്തകം സിനിമയിലേക്ക് നീങ്ങാനുള്ള സാധ്യതയുണ്ടോ? അല്ല, ഇത് സിനിമയുമായിട്ട് ഒന്നും വരണമെന്ന് നിർബന്ധമൊന്നുമുള്ള കാര്യമല്ല. എനിക്ക് അങ്ങനെ ഞാൻ എഴുതുന്ന സിനിമയാകണമെന്ന് എനിക്ക് നിർബന്ധമുള്ള കാര്യമൊന്നുമില്ല. കാരണം അങ്ങനെ നോക്കുകയാണെങ്കിൽ ഞാൻ എൻ്റെ എല്ലാ സിനിമകൾക്കും തിരക്കഥാകൃത്തുക്കളുണ്ടായിരുന്നു. ഞാൻ ചെയ്ത എല്ലാ വർക്കുകൾക്കും, സിനിമകളിലെ എല്ലാ വർക്കുകൾക്കും തിരക്കഥാകൃത്തുണ്ട്. ഞാൻ എൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടൊന്നും ഞാൻ എഴുതിയിട്ടില്ല. പക്ഷെ എന്നാൽ അതേസമയം തന്നെ ഈ സിനിമകൾ ചെയ്തു വരുമ്പോൾ അതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാറുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഫൈനൽ പ്രോഡക്റ്റ് വരുമ്പോൾ അൾട്ടിമേറ്റായിട്ട് അതൊരു ഡയറക്ടറുടെ പ്രോഡക്റ്റ് തന്നെയാണല്ലോ. ബാക്കിയെല്ലാം സപ്പോർട്ടീവായിട്ട് കിട്ടുന്നതാണ്. ആ സപ്പോർട്ടീവായിട്ട് കിട്ടുന്ന കാര്യങ്ങളിലേക്ക് ഒരു ഡയറക്ടർ എന്ന രീതിയിൽ ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്, അത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇപ്പം പക്ഷേ അതേസമയം തന്നെ വേറെ നമ്മുടെ ചില സുഹൃത്തുക്കളുടെ സിനിമകളിൽ ചെയ്തപ്പോഴൊക്കെ ഒരുപാട് സീനുകളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളൂ. അതെ. ഇപ്പോൾ ഭരത് ഗോപി സാറിനെ പോലെ തന്നെ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് രാജീവ് അഞ്ചൽ എന്ന് പറയുന്നത്. അദ്ദേഹമായിട്ടുള്ള ഓർമ്മ? രാജീവേട്ടനെ ഞാൻ ഇതിൻ്റെ സമയത്താ ഗോപിചാരൻ്റെ യമനം എന്ന സിനിമയുടെ സമയത്താണ് പരിചയപ്പെടുന്നത്. ആ പരിചയം തന്നെയാണ് ആ മനുഷ്യനെ ഒരു സിനിമയിലേക്ക് പുള്ളി ചെയ്യുന്ന സിനിമകളുടെ ഭാഗമാക്കി മാറ്റാൻ എന്നെ വിളിക്കുന്നത്. അത് ഇന്നും ഇന്നലെയും ഒക്കെ നാളെയും നിലനിൽക്കും എന്ന് ഉറപ്പിക്കുന്ന ഒരു ഗുരുത്വമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ആവുന്നതിന് കാരണമാകുന്ന ചില വ്യക്തികളുണ്ടാവും. അക്കൂട്ടത്തിൽ ഞാൻ മുൻപന്തിയിൽ കാണുന്ന 2 പേരിൽ ഒരാൾ രാജീവേട്ടനാണ്. അതെ. ചെയ്തിട്ടുള്ള സിനിമകളിൽ ഏറ്റവും ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള, മനസ്സോട് ചേർത്ത് വെച്ചിട്ടുള്ള ഒരു സിനിമ? ഗുരു എന്ന സിനിമ എനിക്ക് അങ്ങനെ ആ രീതി. ശരിക്കും മധുപാൽ സാർ എന്ന് പറയുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരുന്നത് ആ സിനിമയും ആ അപ്പിയറൻസും തന്നെയാണ്. ഗുരു എന്ന സിനിമ എന്നെ സംബന്ധിച്ചുള്ള ഭയങ്കരമായിട്ട്, കാരണം അതിൻ്റെ ഒരു തുടക്കം മുതൽ ആ സിനിമയുടെ ഞാൻ നടനായിക്കൊണ്ടിരുന്ന സമയത്താണ് 97 ആ പടം ചെയ്തത്. ആ സിനിമയുടെ തുടക്കം മുതൽ
ഞാൻ ഉണ്ട്. തിരക്കഥ എഴുതിയത് വായിച്ച് രാജേന്ദ്രബാബു സാറ് എഴുതിയത്. അത് എഴുതി കഴിഞ്ഞിട്ട് ആ തിരക്കഥ ഞാൻ വായിച്ച് കഴിഞ്ഞതിന് ശേഷം ഇവിടെ വഴുതക്കാട് നമ്മുടെ നമ്മുടെ സുഹൃത്ത് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഓഡിയോ പോളിക്രോം എന്ന് പറഞ്ഞൊരു ഓഡിയോ ഇതുണ്ട്, പോളിക്രോം അജിത്തിൻ്റെ ഓഫീസിൽ സ്ക്രിപ്റ്റ് വായിച്ചു കഴിഞ്ഞിട്ട് രാജീവേട്ടനും ഒക്കെ ബാബു സാർ അവിടെ വന്നിരുന്നു എന്ന്. ആ സമയത്ത് ഞങ്ങളൊക്കെ ഉണ്ട്, ഞാൻ ഒക്കെ ഇരുന്ന് അത് വായിച്ച് കഴിഞ്ഞതിന് ശേഷം അതിനൊരു ഫോട്ടോഷൂട്ട് നമ്മൾ ആലോചിച്ചിരുന്നു. അപ്പം ആ ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂംസും പിന്നെ ഒരു മ്യൂസിക്കൽ എലമെൻ്റ് ആണല്ലോ ആ സിനിമയുടെ ഒരു ഏരിയകളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് നമുക്കൊരു ഫോട്ടോഷൂട്ട് ചെയ്യുന്നുണ്ടെന്ന് പറയുകയും എന്നെയും കാവേരിയും വെച്ചിട്ട് അതിൻ്റെ ഒരു ഫോട്ടോഷൂട്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോഷൂട്ട് ശരിക്കും പറഞ്ഞാൽ ആ സമയത്ത് ആ സിനിമയിലേക്ക് വേണ്ട കോസ്റ്റ്യൂമിൻ്റെ സ്വഭാവം തീരുമാനിക്കപ്പെട്ടു. അന്ന് അതൊരു ജസ്റ്റ് സ്ട്രക്ചറൽ മെയ്ഡായിരുന്നു. പിന്നെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ധാരാളം ഉണ്ടാക്കിയിരുന്നു. അതെല്ലാം വെച്ചിട്ടൊരു വലിയ ഫോട്ടോഷൂട്ട് നടത്തിയിരുന്നു. അപ്പം ആ ഫോട്ടോഷൂട്ട് കഴിഞ്ഞിട്ട് അതിൽ നിന്നും ഫൈൻ ട്യൂൺ ചെയ്തിട്ടാണ് അതിൻ്റെ സിനിമയുടെ ഈ കോസ്റ്റ്യൂമിലേക്കും പിന്നെ ഇതിലേക്കൊക്കെ മാറുന്നത്. അതിൻ്റെ ഓഡീഷൻ നടത്തിയ ഒരു സമയമുണ്ടായിരുന്നു. അങ്ങനെ അസിസ്റ്റൻ്റ് പിന്നെ സിനിമ ഷൂട്ട് ചെയ്ത കാലമുണ്ടായിരുന്നു. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം ഫൈനൽ പ്രോഡക്റ്റിൻ്റെ വിഷ്വൽ എഫക്ട്സിൻ്റെ സാധനങ്ങളിലേക്ക് പോയ സമയമുണ്ടായിരുന്നു. അങ്ങനെ കുറേ കാര്യങ്ങളിൽ ആ സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുകയും ആ സിനിമ റിലീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തിട്ടുള്ള ഒരു ശ്രമം ഉണ്ടെന്നുള്ളതാണ്. അതെ, ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എന്തെങ്കിലും ഒരു രസകരമായ ഓർമ്മ, സന്തോഷം തരുന്നൊരു ഓർമ്മ? അല്ല, അതൊരു വല്ലാത്ത സ്ഥലത്തായിരുന്നു. ഈ സേലത്തിനടുത്തുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു, നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്ന സ്ഥലമാണ്. കാരണം വെച്ചാൽ ഞാൻ സേലത്തിനടുത്തുള്ള ഒരു മാഗ്നസൈറ്റിൻ്റെ കോറിയായിരുന്നു അത് നമ്മൾ ആ സ്ഥലം സെറ്റിട്ടത്. അവിടെയാണെങ്കിൽ ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ ഈ ഒരു ഉണങ്ങിയ മരം പോലും നിൽക്കാത്ത ഒരു സ്ഥലമാണ്. അത്രയും ചൂടും ഉണ്ടായിരുന്നു. നമ്മൾ ഷാമിയാനെയൊക്കെ ഇട്ടത് ഈ കാരവൻ കൾച്ചർ വന്നിട്ടില്ലാത്ത ഒരു കാലമായിരുന്നു അത്. അപ്പം മോഹൻലാൽ പിന്നെ ആ സിനിമയിൽ ഏകദേശം ഒരു 400ഓളം കുടുംബങ്ങൾ ആ ആൾക്കൂട്ടമായിട്ടുണ്ടായിരുന്നു. ശങ്കർ, ശ്രീനിവാസൻ, നെടുമുടി വേണു, മോഹൻ രാജേട്ടൻ, അങ്ങനെ കുറേ ആർട്ടിസ്റ്റുകളെല്ലാം അതിനകത്ത്, കാവേരി, ഞാൻ അടക്കമുള്ള ഒരു പറ്റം ആർട്ടിസ്റ്റുകൾ ആ സമയത്തുണ്ടായിരുന്നു. അവരെല്ലാം, കൊച്ചുപ്രേമൻ ചേട്ടൻ, അങ്ങനെ കുറേ ആൾക്കാർ നിൽക്കുമ്പോഴൊക്കെ ഒരു ഷാമിയാനെ കെട്ടിയിട്ട് അതിന് താഴെ ഇരുന്നിട്ടായിരുന്നു നമ്മൾ ഷൂട്ട് ചെയ്തിരുന്നത്. ഞാനും എന്നെയും കാവേരിയും എല്ലാ ദിവസങ്ങളിലും രാവിലെ ഒരു 4 മണിക്ക് നമ്മൾ റെഡിയാക്കിയിട്ട് 6 മണിയാകുമ്പോൾ ഫസ്റ്റ് ഷോട്ട് എടുക്കുകയും എന്ന ഒരു അവസ്ഥയായിരുന്നു. കാരണം വെച്ചാൽ പകൽ മാത്രമേ ഷൂട്ടുള്ളൂ, രാത്രിയില്ല. 6 to 6 ആയിരുന്നു നമ്മുടെ ഷൂട്ടിംഗ് ടൈം. എല്ലാ ദിവസവും രാവിലെ എന്നെയും കാവേരിയും രാവിലെയും ഒരു 1 മണിക്കൂർ 2 മണിക്കൂർ സമയം, ഒരു 6 മുതൽ 8 മണി വരെയുള്ള സമയം, വൈകുന്നേരം 5 മുതൽ 6 വരെയുള്ളൊരു സമയം ദേവസംഗീതം നീയല്ലോ എന്നുള്ള പാട്ട് ആയിരുന്നു ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നത്. 97 ദിവസം അവിടെ ഷൂട്ട് ചെയ്തിരുന്നു. ആ 97 ദിവസവും ആ പാട്ട് എടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. അങ്ങനെ എല്ലാ ദിവസവും കുറച്ച് ഷോട്ടുകൾ എടുത്തു. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ഉണ്ട് ശരിക്കും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ കോണ്ടാക്ട് ലെൻസൊക്കെ വെച്ചിരുന്നുള്ളതാണ്. അപ്പം എല്ലാ ദിവസവും ഈ ലെൻസ് വെക്കുകയും ലെൻസ് വെച്ചതിൻ്റെ പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര കാറ്റടിക്കുമ്പോൾ ഈ പൊടിയുണ്ട്. ആ പൊടി മുഴുവൻ കണ്ണിലാകുകയൊക്കെ ചെയ്തിട്ട് ഉള്ള വേദനകരമായ ഒരു അവസ്ഥയും അതിനകത്തുണ്ട്. എന്നാൽ അതേസമയം തന്നെ ആ സിനിമ നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു അച്ചീവ്മെൻറ്റ് തന്നെയാണെന്ന് ഞാൻ ഇന്നും കരുതുന്നുണ്ട്. അതിനേക്കാളുപരി ഇളയരാജ എന്ന് പറയുന്ന മാസ്റ്ററുടെ പാട്ട്, ദേവസംഗീതം എന്നും അദ്ദേഹത്തിൻ്റെ 10 പാട്ടുകൾ എടുക്കുമ്പോൾ ഈ ഒരു പാട്ട് തീർച്ചയായിട്ടും അതിനകത്ത് ഉണ്ടാവും എന്നുള്ള ഉറപ്പുള്ള ഒരു പാട്ടിനകത്ത് ഒരു അഭിനയിക്കാനും പാടാനും പറ്റി എന്നുള്ളത് നിസ്സാരമായൊരു കാര്യമായിട്ടല്ല ഞാൻ കാണുന്നത്. അതൊരു ദൈവികത്വമുള്ള, ഗുരുത്വമുള്ള, മഹത്വമുള്ളൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതെ, ഗുരു കഴിഞ്ഞാൽ പിന്നെ ഏതാണ് സംവിധാനം ചെയ്ത സിനിമകളിൽ? സംവിധാനം ചെയ്ത 3 സിനിമ എന്നെ സംബന്ധിച്ചിട്ട് 3 സ്വഭാവത്തിലുള്ള സിനിമകൾ തന്നെയാണ്. തലപ്പാവായാലും ഒഴിമുറിയായാലും കുപ്പസത്ത് പയ്യനായാലും 3 സ്വഭാവത്തിലുള്ള 3 ജീവിതങ്ങളുടെ കഥ പറഞ്ഞതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ 3 സിനിമയും എനിക്ക് പ്രിയപ്പെട്ടത് തന്നെയാണ്. അതിനകത്ത് ഞാൻ ചെയ്യുന്ന എല്ലാ സിനിമകളും എനിക്ക് പ്രിയപ്പെട്ടത്. അല്ലാത്തൊരു സിനിമയും ആദ്യം പറഞ്ഞതുപോലെ എനിക്ക് കംപ്ലീറ്റ് സാറ്റിസ്ഫാക്ഷൻ ഉള്ള കാര്യങ്ങളാണ് ചെയ്യാറുള്ളത്. അതല്ലാത്ത ഒന്നും തന്നെ ഞാൻ ചെയ്യുന്നില്ല എന്ന് തന്നെ തീരുമാനിച്ചിട്ടുണ്ട്.
അതെ. നേരത്തെ ഈ മായാസഞ്ചാരത്തിന്റെ കാര്യം പറയുമ്പോഴും വണ്ടികളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. വണ്ടികളെ ഇഷ്ടമുള്ള ഒരാളാണോ സാർ? വാഹനങ്ങൾ എല്ലാ വാഹനങ്ങളും എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. രണ്ട് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നമ്മളില്ലേ കാറുകളുടെ ആയാലും ബസ്സുകളായാലും ട്രെയിനായാലും എല്ലാം ഈ നമ്മൾ പറ്റുന്ന സാധനങ്ങൾ മുഴുവൻ ഓടിക്കുക എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. വളരെ ലേറ്റ് ആയിട്ടാണ് ഞാൻ ഡ്രൈവിംഗ് പഠിച്ചത്. സോ അതുകൊണ്ട് തന്നെ എല്ലാ വാഹനങ്ങളും ഞാൻ ഓടിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്, ഓടിച്ചിട്ടുമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവൻ ബസ്, ലോറി അടക്കമുള്ള വാഹനങ്ങൾ ഞാൻ ഓടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പം നമുക്കതൊരു വേറെ തരത്തിലുള്ളൊരു കാര്യം. ഞാൻ ഏറ്റവും രസകരമായിട്ട് ഞാൻ കുതിരവണ്ടി ഞാൻ ഓടിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കൈ എങ്ങനെയാണ് അതൊരു കൺട്രോളിലേക്ക് വരുത്തുക എന്നുള്ള സാധനമുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ജീവനെയാണല്ലോ നമ്മൾ ഓടിക്കുന്നത്. അപ്പോൾ ആ ജീവൻ നമ്മളുടെ കയ്യിലേക്ക് കിട്ടണം എന്നുള്ളതാണ്. അപ്പം ഞാനെപ്പോഴും എൻ്റെ ഒരു അപൂർണമായ ആത്മകഥ എന്ന് പറഞ്ഞിട്ടൊരു കഥയിൽ ഞാൻ എഴുതിയൊരു വാചകം ഞാൻ എപ്പോഴും പറയുന്നത്, ഈ വാഹനങ്ങൾ ഓടിക്കുന്നത് ഇപ്പം തന്നെ സന്തോഷിൻ്റെ മരണത്തിനും സന്തോഷം ഓടിച്ച വാഹനമാണത്. അപ്പം ആ വാഹനത്തിൻ്റെ ലൈഫ് എന്ന് പറയുന്നത്, ജീവിതം എന്ന് പറയുന്നത്, ജീവൻ എന്ന് പറയുന്നത് ഓടിക്കുന്നവൻ്റെ ആയുസാണ്, ഓടിക്കുന്നവൻ്റെ ജാതകമാണ് വണ്ടിയുടെ ജാതകവും കൂടെ. ഓടിക്കുന്നവൻ്റെ ജാതകമാണ് ആ വണ്ടിയുടെ ജാതകം. അപ്പോൾ ആ ജാതകത്തിൽ എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ ജനിച്ച സമയം മുതൽ മരിക്കുന്ന സമയം വരെ എഴുതപ്പെട്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം അതുണ്ടാവും. കാരണം നമ്മൾ ഇത്ര കാലം കൊണ്ട് ഇന്ന രീതിയിലായിരിക്കും നമ്മളുടെ മരണം എന്ന് പോലും പ്രീ പ്ലാൻഡ് ആണ്. ബേസിക് സാധനങ്ങളിൽ അതുണ്ട്. കാരണം അതിന് ഈ അന്ധവിശ്വാസം എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചിട്ടല്ല ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നില്ല. ഏതൊരു മനുഷ്യനും ജനിച്ചാൽ മരിക്കണം. അതെ, ഇപ്പൊ സന്തോഷ് ചേട്ടൻ കഴിഞ്ഞ ആഴ്ച ഒരു ഇന്റർവ്യൂല് പറയുന്നത് അങ്ങനെയാണ്, മരിക്കാനുള്ള സമയമായിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഇരുന്നാലും ഞാൻ മരിക്കും. അതാണ് ജനിച്ചു കഴിഞ്ഞാൽ മരിക്കാം എന്നുള്ളത് ഉറപ്പുള്ള കാര്യമാണ്. അതൊരു എന്താ പറയുക, അലിഖിത നിയമം തന്നെയാണ്, പ്രകൃതിയുടെ തീരുമാനം തന്നെയാണ്. അപ്പോൾ അങ്ങനെ മരിക്കാനുള്ളൊരു സമയമാകുക, അതിനൊരു കാരണമുണ്ടാകും. അതൊരു കാരണമുണ്ട്. അപ്പോൾ ആ കാരണം വാഹനം ഇടിച്ചിട്ടാണ് മരിക്കുന്നതെങ്കിൽ ആ വാഹനത്തിൻ്റെ ഒരു ജാതകം ഉണ്ടാവും. അത് വാഹനത്തിൻ്റെ ജാതകം ഉണ്ടാവുമല്ലോ. അത് ഓടിക്കുന്നവൻ്റെ ശ്വാസമാണ് വാഹനത്തിൻ്റെ ശ്വാസം. കാരണം ഓടിക്കുന്നവൻ അതിൻ്റെ സ്റ്റാർട്ടർ ബട്ടൺ അമർത്തുമ്പോൾ നമ്മൾ അറിയാതെ ജീവൻ കൊടുക്കുകയാണ് വണ്ടിക്ക്. അത് ഓടിക്കുന്നവൻ്റെ ജീവനാണ് ആ വണ്ടിയിലേക്ക് കൊടുക്കുന്നത്. ഇത് ഞാൻ എൻ്റെ കഥയിൽ എഴുതിയ കാര്യമാണ്. അത് ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം ഓടിക്കുന്നവൻ്റെ ജാതകമാണ് ഒരു വാഹനത്തിൻ്റെ ജാതകം. അപ്പോൾ ആ വാഹനത്തെ നമ്മൾ ഉപയോഗിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ ഉപയോഗിക്കപ്പെടുന്ന കുറേ കാര്യങ്ങൾ എനിക്ക് വളരെ കൃത്യമായിട്ട് പലപ്പോഴും പല മനുഷ്യരുടെയും ജീവിതം കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ് ഈ വാഹന അപകടങ്ങൾ. അങ്ങനെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഒരു അനിയൻ്റെ വളരെ ചെറുപ്പത്തിൽ ഒരു ജീപ്പ് അവനെ ഇടിച്ച് തെറിപ്പിച്ചിട്ടിട്ട് പോകുമ്പോൾ ഞാൻ ഭാര്യയെടുത്ത് നിലവിളിച്ച ഒരു കൗമാര കാലം എനിക്കുണ്ടെന്നുള്ളതാണ്. അയാൾ ട്രെയിനിന് മുമ്പിൽ ചാടിയിട്ടാണ് ആ മനുഷ്യൻ മരിക്കുന്നത്. അപ്പം അങ്ങനെ പലതരത്തിലും വാഹനം എൻ്റെ ഒരു തരത്തിൽ ഏതൊക്കെയോ തരങ്ങളിൽ ഞാനൊരു കാറ് വാങ്ങിച്ചിട്ട് കൃത്യം ആ ഒരു അനിയൻ മരിക്കുകയും ആ മരിക്കുന്നതിൻ്റെ അന്ന് ഞാനൊരു വാഹനം വാങ്ങിക്കുകയും ആ വാഹനം പരിപൂർണമായിട്ടും ഞാൻ ഉപയോഗിച്ചത് അവൻ്റെ മരണ ആവശ്യങ്ങളുടെ സമയത്ത് വന്നവരെ വിടാനും കൊണ്ടുപോകാനുമായിട്ട് 21ാമത്തെ ദിവസം ആ കാറ് എൻ്റെ വീട്ടിൽ നിന്ന് മോഷണം പോവുകയും ചെയ്തിട്ടുള്ള ഒരു കഥയുണ്ട്. അപ്പം ഇതൊക്കെ എവിടെയൊക്കെയോ കണക്ട് ചെയ്തുകൊണ്ട് വാഹനവുമായിട്ട് ഞാൻ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അപ്പം നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മളറിയാതെ പല തരത്തിലും പല രീതികളിലും ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു ബസ് ആക്സിഡൻറ്റിൽ പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്. 1 അല്ല 2 ബസ് ആക്സിഡൻറ്റിൽ പെട്ടിട്ടുണ്ടെന്നുള്ളതാണ്.